നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പത്മകുമാർ അത്ര ചെറിയ മീനല്ല. ഇപ്പോൾ പുറത്തു വരുന്നത് നടുക്കുന്ന വിവരങ്ങളാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇനി ആര് എന്ന ചോദ്യം ഉയരുമ്പോൾ പത്മകുമാറിന്റെ മൊഴി തന്നെയാണ് ഏറ്റവും നിർണായകം. ദേവസ്വം ബോർഡിലേക്ക് കടന്നുവന്ന ആ കത്തിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ പത്മകുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ നടത്തിക്കഴിഞ്ഞു. ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് കൊള്ളയുടെ ഘോഷയാത്ര ആരംഭിച്ചത് എന്ന സംശയം കേരളത്തിന് ബലപ്പെടുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ആദ്യം കാണുന്നു. കടകംപള്ളി സുരേന്ദ്രൻ ഒരു കത്ത് കൈമാറുന്നു. ശബരിമലയിലെ സ്പോൺസർഷിപ്പ് സംബന്ധിച്ചുള്ള കത്ത്. ഈ കത്താണ് പിന്നീട് വലിയ സ്വർണ്ണക്കൊള്ളയായി രൂപാന്തരപ്പെട്ടത്. ഇതേ മൊഴി തന്നെയാണ് ഇപ്പോൾ പത്മകുമാറും അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകുന്നത്. ചുരുക്കത്തിൽ അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടം കൂടുതൽ കുരുക്കാവുന്നത് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് തന്നെ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സംശയങ്ങളും ഇപ്പോൾ ശക്തമാവുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി തലസ്ഥാനത്തൊരു അമ്പലം നവീകരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ചില സ്പോൺസർമാരെ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അമ്പലത്തിന് വലിയ സംഭാവനകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തരപ്പെടുത്തി കൊടുത്തത്. അന്വേഷണ സംഘത്തെ അമ്പരപ്പിക്കുന്നത് മറ്റു ചില വസ്തുതകളാണ്. ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ പത്മകുമാറിൻ്റെ വളർച്ച, ആറന്മുളയിലെ ഒരു ബ്യൂട്ടീക്ക്, ഒരു റിസോർട്ട്, അടിപൊളി വീട്, നാലാഞ്ചിറയിലെ വീട്, പിന്നെ ജഗതി ശ്രീകുമാറിൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു പുരയിടം, മറ്റു ചില വസ്തുക്കൾ, തലസ്ഥാന നഗരിയിൽ പലയിടങ്ങളിലുള്ള വസ്തുക്കൾ. ഈ വസ്തു ഇടപാടുകളിലൊക്കെ ഏതെങ്കിലും തലത്തിൽ പത്മകുമാറിന് ഇടപെടലുകളുണ്ടോ? ഈജിപ്തിലും ഇംഗ്ലണ്ടിലുമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ യാത്രകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തെ അമ്പരപ്പിച്ചു. ഈ യാത്രകളിൽ ഒരു ഉന്നത CPM നേതാവും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അനുഗമിച്ചിരുന്നു എന്നതാണ് അന്വേഷണ സംഘത്തിന് ഒരു പുതിയ തെളിവായി മുന്നിൽ വന്നിരിക്കുന്നത്. മറ്റൊന്ന് പത്മകുമാറിൻ്റെ വിദേശയാത്രകളാണ്. ഈ വിദേശയാത്രകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പമുണ്ടായിരുന്നുവെന്ന സംശയം ബലപ്പെടുന്നു. മറുവശത്ത് പത്മകുമാറിൻ്റെ പാസ്പോർട്ട് അന്വേഷണ സംഘം പിടിച്ചെടുത്തു. പാസ്പോർട്ടിലെ വിശദാംശങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. ഈജിപ്തിലെ കെയ്റോയിലേക്കുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ യാത്രയാണ് ഏറെ സംശയങ്ങൾക്കിടവരുത്തുന്നത്. ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ രാജ്യാന്തര പുരാവസ്തു കടത്തൽ സംഘത്തിന് വിറ്റോ എന്ന സംശയം ബലപ്പെടുന്നു. ഇതിനിടയിൽ പെട്ടുപോകുന്നത് നടൻ ജയറാം തന്നെയാണ്. ജയറാമിനെ ഉടൻ തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം പദ്ധതിയിട്ടിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ വിറ്റത് ജയറാമിന് കൂടി അറിവുള്ളവരാണോ എന്ന സംശയം ചില കോണുകൾ ഉയർത്തുന്നു. ചെന്നൈ കേന്ദ്രീകരിച്ചാണ് വലിയ വിൽപ്പന നടന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന് ജയറാമിൻ്റെ വീട് ഉൾപ്പെടെയുള്ള ഇടങ്ങൾ ഉപയോഗപ്പെടുത്തിയോ? ജയറാം ഏതെങ്കിലും തലത്തിൽ ഈ ഇടപാടുകളെക്കുറിച്ച് അറിവുള്ളവനായിരുന്നോ? ഏതെങ്കിലും തലത്തിൽ ഒരു പാളിച്ച സംഭവിച്ചാൽ ജയറാമിനെ കുരുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും റെഡി. നടൻ ജയറാം അറസ്റ്റിലായാൽ കടകംപള്ളി ഉൾപ്പെടെയുള്ളവർക്ക് സൂത്രത്തിൽ രക്ഷപ്പെടാം. അതാണ് അന്വേഷണത്തിൻ്റെ പൂർണ്ണ മൂന ജയറാമിലേക്ക് പെട്ടെന്ന് തിരിയാനുള്ള കാരണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇംഗ്ലണ്ട് യാത്രകളിൽ പത്മകുമാറും പങ്കെടുത്തിരുന്നു എന്നതാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. CPM പത്തനംതിട്ട ജില്ലയിലെ ഉന്നത നേതാവാണ് പത്മകുമാർ. തിരുവനന്തപുരത്ത് സംസ്ഥാന നേതാക്കളടക്കം മറ്റുള്ള ഉന്നതരുമായി വലിയ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇതിനിടയിൽ പത്മകുമാറിന് ബിസിനസ് ഇടപാടുകളുള്ള ഉന്നത CPM നേതാക്കളിലേക്കും അന്വേഷണത്തിന്റെ സംശയമുന നീളുന്നു. ആറന്മുളയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തു. പത്മകുമാറിന്റെയും ഭാര്യയുടെയും ആദായ നികുതി വിവരങ്ങൾ പിടിച്ചെടുത്തവയിൽപ്പെടുന്നു. ഇരുവരുടെയും ആസ്തികളിൽ ശക്തമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. 2017 ശേഷം ഇവർക്ക് വലിയ സമ്പാദ്യം ഉയർന്നതായി കാണുന്നില്ല. എന്നാൽ വലിയ തോതിൽ ബിനാമി ഇടപാടുകൾ പിന്നീട് അവർ നടത്തി എന്ന സംശയം ശക്തമാണ്. നാലാഞ്ചിറയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പലപ്പോഴും പത്മകുമാർ എത്തിയിരുന്നുവെന്ന സംശയം അന്വേഷണ സംഘത്തിന് ശക്തമാണ്. 2019 ശ്രീകോവിലിലെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തതിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇംഗ്ലണ്ടിലേക്കും ഈജിപ്തിലേക്കുമൊക്കെ യാത്ര പോയിട്ടുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട അന്വേഷണ വിവരങ്ങൾ അപ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പും നിരീക്ഷിച്ചു വരികയാണ്. കേന്ദ്ര ഇന്റലിജൻസ് സംവിധാനങ്ങൾ കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കുന്നുവെന്ന വിവരങ്ങൾ വരുന്നു. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അപ്പോൾ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. വേണ്ടി വന്നാൽ CBI ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ അന്വേഷണം ഉറപ്പുവരുത്തുകയാണ് കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം.
ശബരിമലയെ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള ഉത്തരവാദിത്വം നരേന്ദ്രമോദി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ലിൽ മാത്രമല്ല, ശബരിമലയെ സംബന്ധിച്ച് നേരിട്ടുള്ള കേന്ദ്ര ഇടപെടലുകൾ എത്രത്തോളം ആവാം എന്നതിൻ്റെ പരിശോധനയും കേന്ദ്ര സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു. ഒരു സംസ്ഥാനമെന്ന നിലയ്ക്കല്ല ശബരിമലയെ കേന്ദ്രം കാണുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അയ്യപ്പ ഭക്തരൊക്കെ ഒത്തുകൂടുന്ന ഒരു ക്ഷേത്രമെന്ന നിലയിലാണ്. ഇതിന് സംസ്ഥാനത്തിന് പുറത്തും വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഇടപെടലുകൾ കൊണ്ട് രാഷ്ട്രീയ ഗുണവും BJP പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, കർണാടക, തമിഴ്നാട്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഇതിൻ്റെ അലയൊലികൾ ഉണ്ടാകും എന്ന് കേന്ദ്രം കണക്കുകൂട്ടുന്നു. പത്മകുമാറിന്റെ വീട്ടിൽ നടന്ന റെയ്ഡിൽ സുപ്രധാനമായ ചില രേഖകൾ കണ്ടെടുത്തു എന്ന് അന്വേഷണ സംഘം തന്നെ സ്ഥിരീകരിക്കുന്നു. ഇത് ശബരിമലയുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെയാണ് എന്നതാണ് പുറത്തുവരുന്ന വിവരം. ഇന്ന് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിന് ശേഷം വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിക്കും. ഇതോടെ കടകംപള്ളി സുരേന്ദ്രനുള്ള കുരുക്കു മുറുകും എന്നാണ് പൊതുവെ രാഷ്ട്രീയ കേരളം കണക്കുകൂട്ടുന്നത്. പത്മകുമാറിന്റെ മൊഴി തന്നെയാവും ഇനി ഏറെ നിർണായകമാവുക. നേരത്തെ പത്മകുമാർ അറസ്റ്റിലായതിനു പിന്നിൽ N വാസുവിൻ്റെയും മുരാരി ബാബുവിൻ്റെയും D സുധീഷ് കുമാറിൻ്റെയും മൊഴികളായിരുന്നു. ഇപ്പോഴിതാ പത്മകുമാറിൽ നിന്ന് കടകംപള്ളിയിലേക്ക് വളരുന്ന കാഴ്ചയാണ് അന്വേഷണത്തിൽ നമ്മൾ കാണുന്നത്. പത്മകുമാറിന്റെ ഉറ്റ ബന്ധുക്കൾ ഇതിനിടയിൽ ഉന്നത CPM നേതാക്കളുമായി കൂടിയാലോചനകൾക്ക് ശ്രമിച്ചു. എന്നാൽ പത്മകുമാറിനെ ഞങ്ങൾ ഇപ്പോൾ കൈവിടില്ല എന്ന ഒറ്റ ഉത്തരത്തിൽ CPM ഉന്നത നേതാക്കൾ പ്രതികരണമൊതുക്കി. പത്മകുമാറിന് വേണ്ടി രംഗത്തിറങ്ങാൻ CPM നേതാക്കൾ ഇപ്പോൾ ഭയക്കുന്നു. എന്നാൽ പത്മകുമാറിനെ നിർദ്ദയം കൈയൊഴിഞ്ഞാൽ അത് വലിയ കെണിയാകുമെന്നും ചിലർ പാർട്ടിയെ ഉപദേശിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ വീണാൽ അതിൻ്റെ അനുരണനങ്ങൾ മുഖ്യമന്ത്രിയിലേക്കും പ്രവഹിക്കും. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെ ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്നാണ് പാർട്ടി ഉന്നതർക്ക് നൽകുന്ന ഉപദേശങ്ങൾ. താൻ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ പോറ്റിക്ക് ശബരിമലയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ പത്മകുമാർ നൽകിയ മൊഴി. ഇത് അങ്ങേയറ്റം കുരുക്കാകുന്നത് കടകംപള്ളി സുരേന്ദ്രന് തന്നെ. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടുതൽ സ്വാധീനമുറപ്പിച്ചു? ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും തലത്തിൽ കടകംപള്ളിയുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നോ? കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുത്ത അന്തർധാരയുണ്ടായിരുന്നു എന്ന നിരവധി തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഇവിടെ മറ്റു ചില സംശയങ്ങൾ ശക്തമാകുന്നു. പത്മകുമാർ അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെ മുഖ്യ സൂത്രധാരൻ കുടുങ്ങി എന്ന വാർത്തയായിരുന്നു മാധ്യമങ്ങളിലേക്ക് പ്രവഹിച്ചത്. ഇത് ആസൂത്രിതമായിരുന്നുവെന്ന സംശയം ഇപ്പോൾ ബലപ്പെടുന്നു. പത്മകുമാർ വരെ അന്വേഷണഘട്ടം എത്തി ഒതുക്കി തീർക്കുകയായിരുന്നു ചിലരുടെ ലക്ഷ്യം. അതിലപ്പുറം ഉന്നത CPM നേതാക്കളിലേക്ക് അന്വേഷണം പടരാതിരിക്കാനുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നു. സ്വർണ്ണക്കവർച്ചയുടെ പങ്ക് പത്മകുമാർ കൈപ്പറ്റിയതിന് തെളിവുകളുണ്ട് എന്ന നിലപാടാണ് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പത്മകുമാറിന്റെ കുരുക്ക് മുറുകുമ്പോൾ അതിലപ്പുറം ചില ഉന്നത നേതാക്കളിലേക്കുമുള്ള കുരുക്ക് കൂടുതൽ ശക്തിപ്പെടുന്നു. ബോർഡ് യോഗത്തിന്റെ അജണ്ട പത്മകുമാർ തിരുത്തിയതാണ് ഏറ്റവും വലിയ കുരുക്കായിരിക്കുന്നത്. പിത്തള എന്ന് വെട്ടി ചെമ്പെന്ന് രേഖപ്പെടുത്തിയ പത്മകുമാറിന്റെ കൈപ്പട തന്നെ പത്മകുമാറിനെ ചതിച്ചു. അതിലപ്പുറം ശങ്കരദാസും വിജയകുമാറുമൊക്കെ എല്ലാ തെറ്റും പത്മകുമാറിന്റെ തലക്കിടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഉദ്യോഗസ്ഥരും മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഒത്തുചേർന്ന് എല്ലാ ഗൂഢാലോചനയുടെ ഉത്തരവാദിത്വവും തൻ്റെ തലയ്ക്ക് മുകളിൽ ഇടാൻ ശ്രമിക്കുന്നുവെന്ന് പത്മകുമാർ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ താൻ ഒറ്റയ്ക്ക് പടുകുഴിയിൽ വീഴില്ല, കൂടെ മറ്റു ചിലർ കൂടി ഉണ്ടാവും, ദൈവതുല്യർ കൂടി ഉണ്ടാകും എന്ന് പത്മകുമാർ നിശ്ചയിച്ചുറപ്പിക്കുന്നു. പത്മകുമാറിന്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് സൗഹൃദ സന്ദർശനത്തിനായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. മറുവശത്ത് ബോർഡംഗങ്ങളായ KP ശങ്കർദാസും വിജയകുമാറും പൂർണ്ണമായും പത്മകുമാറിനെ തള്ളിപ്പറയുന്നു. സ്വർണത്തിന് പകരം ചെമ്പെന്ന് മാറ്റി എഴുതിയ വിവരം തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന മൊഴിയാണ് ബോർഡ് അംഗങ്ങൾ നൽകിയത്. എന്നാൽ ഇത് തീർത്തും തെറ്റാണ് എന്ന് രേഖകൾ തെളിയിക്കുന്നു. ബോർഡ് യോഗത്തിന്റെ അജണ്ട എല്ലാവർക്കും കോപ്പിയെടുത്ത് നൽകിയിരുന്നു. ആ കോപ്പികളിലൊക്കെ പിത്തള വെട്ടി ചെമ്പാക്കിയ കൈപ്പട വ്യക്തമാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ അടുത്ത ലക്ഷ്യം 2025 ക്രമക്കേടുകളിലേക്ക്. ഇതോടെ PS പ്രശാന്ത് അടക്കമുള്ളവർ കുടുങ്ങും എന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ. ഹൈക്കോടതി കൂടി ശക്തമായി ഇടപെട്ടതോടെ ഇനി രക്ഷയില്ല എന്ന തലത്തിൽ എത്തി നിൽക്കുന്നു ഏറ്റവും ഒടുവിൽ ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്ത് അടക്കം. 2019 സ്വർണ്ണമോഷണം മറച്ചുവെക്കാനാണ് ഈ വർഷത്തെ അറ്റകുറ്റപ്പണിയും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ തീരുമാനമുണ്ടായത്.
ഇതിലെ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും തലപ്പത്തുള്ളവരെ കുറ്റവാളികളെ വെളിയിലേക്ക് കൊണ്ടുവരണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ശബരിമലയിലെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും അറ്റകുറ്റപ്പണി നടത്തിയത് എ പത്മകുമാറിന്റെ മകന്റെ മേൽനോട്ടത്തിലാണ്. എന്നാൽ ഇത് മകന്റെ വഴിപാടാണ് എന്ന നിലപാടാണ് എ പത്മകുമാർ കൈക്കൊണ്ടിരിക്കുന്നത്. പത്മകുമാറിന്റെ മകനെയും SIT കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നു. 2019 വിഷുക്കണി ദിവസത്തോടനുബന്ധിച്ച് ശബരിമലയിൽ വെച്ച് തന്നെയാണ് അറ്റകുറ്റപ്പണി ചെയ്തത് എന്ന് പത്മകുമാർ പറയുന്നു. യോഗദണ്ഡും രുദ്രാക്ഷമാലയും പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല എന്ന് പത്മകുമാർ ആവർത്തിക്കുന്നു. 2 ദിവസങ്ങൾക്കുള്ളിൽ കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തുന്ന കാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. എന്നാൽ കടകംപള്ളിയെ ചോദ്യം ചെയ്യുമോ ഇല്ലയോ എന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.